നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യയിലെ ഓലൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കുമ്പളങ്ങയും വൻപയറും ഒക്കെ ചേർത്ത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഓലൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി 400 ഗ്രാം കുമ്പളങ്ങ എടുത്ത് അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞ് കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് 1/4 കപ്പ് വൻപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഈ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്ത് നമുക്കൊരു ബൗളിനകത്തേക്ക് മാറ്റാം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിലാണ് നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വൻപയർ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ കുക്കർ എടുത്ത് അതിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കാം. അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കുക്കർ അടച്ച് നമുക്ക് ഒരു വിസിൽ അടുപ്പിക്കാം. പയർ അധികം വെന്തു പോവാതിരിക്കാൻ ഒരു വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ റിമൂവ് ചെയ്ത് കളയണം. ഒരു ടാപ്പിൻ്റെ അടിയിൽ പിടിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വേണം പ്രഷർ റിമൂവ് ചെയ്യാൻ. ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. പ്രഷർ കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. കുറച്ചുകൂടെ വെള്ളമുണ്ട്. അപ്പോൾ സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കുക്കർ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ടൈറ്റൻ ചെയ്യേണ്ട കാര്യമില്ല. വെള്ളം വറ്റി പയർ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ പയർ നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കി പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച 2ാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കിയിടാൻ മറക്കരുത്. കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് അതിലൊഴിച്ചിരിക്കുന്ന പാലൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് സമയം കൂടി തുറന്നു വെച്ച് വേവിച്ച് വെള്ളം കുറച്ചുകൂടെ വറ്റിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച പയർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങയും പയറും കൂടി ഒരു 2 മിനിറ്റ് നേരത്തേക്കെങ്കിലും
ഒന്നിച്ചിട്ട് വേവിക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിനകത്തേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.